പനി പിടിച്ച് നാക്കിൻ്റെ വായുടെയൊക്കെ രുചി പോയിട്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുന്ന ഒരു കുറ്റമാണോ? ഒരിക്കലുമല്ല. ഹായ്, എന്താണ് ഇവിടെ പരിപാടി? താങ്ക് യു. തലയല്ല ഒരു കീഴ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു നൈറ്റ് വ്ളോഗിലേക്ക് സ്വാഗതം. സമയം ഏറെക്കുറെ ഒരു 9 മണിയായിട്ടുണ്ട്. അപ്പോഴാണ് ഒരു ചിക്കൻ കറി കഴിച്ചാലോ എന്നൊരാഗ്രഹം. എന്ത് കറി കൂട്ടിയിട്ടും ചോറുണ്ണാൻ ഒരു തൃപ്തിയില്ല. എന്നാൽ പിന്നെ കുറച്ച് ചിക്കൻ മേടിക്കാമെന്ന് വിചാരിച്ചു. പ്ലാൻ എ വന്നിട്ട് അൽഫാം മേടിക്കാമെന്നുള്ളതായിരുന്നു. പക്ഷെ അൽഫാം മേടിച്ച് കഴിഞ്ഞാൽ ഒന്ന് രാത്രിത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, പിറ്റേ ദിവസത്തേക്ക് ഉണ്ടാവില്ല. അതേസമയം ചിക്കനാണ് മേടിക്കുന്നതെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് കറി വയ്ക്കണ്ട. അപ്പോൾ പിന്നെ നമ്മൾ ഓപ്ഷൻ ബി പിടിച്ചു. കട അടയ്ക്കാൻ പോയ പുള്ളിയെ പിടിച്ച് നിർത്തി ഉള്ളതിലൊരു വലിയ കോഴിയെ നോക്കി മേടിച്ചുകൊണ്ട് വന്ന് രാത്രി ഇപ്പോൾ ചിക്കൻ കറി വെക്കാൻ നോക്കുകയാണ്. ഈ പനിയും പിടിച്ചിരിക്കുമ്പോൾ ഇതെന്ത് അത്യാവശ്യമാണെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഒരു തോന്നൽ കയറി കഴിഞ്ഞാൽ പിന്നെ ചെയ്തല്ലേ പറ്റുള്ളൂ. ഈ സവാള എങ്ങനെ കുണുകുണാന്ന് അറിയാനായിട്ട് ഇതിൻ്റെ പ്രത്യേക കഴിവാണ്. എനിക്ക് പക്ഷെ അത് തീരെ ഇല്ല കേട്ടോ. ഒരാളുടെ കഴിവ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നത് വളരെ മോശമായതുകൊണ്ട് ഉണ്ടായിരുന്ന സവാള എല്ലാം കൂടെ എടുത്ത് അവൻ്റെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തിട്ടുണ്ട്. കണ്ണിൽ നിന്ന് കുടുവിടാ വെള്ളം വരുമ്പോഴും ഈ സവാള മൊത്തം വഴിഞ്ഞു തരാൻ കാണിച്ച അവൻ്റെ മനസ്സിനെ ഞാൻ പ്രശംസിക്കുന്നു. അവനവിടെ നിന്ന് അരിയട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ച് ഇങ്ങോട്ട് എടുക്കാം. ചപ്പാത്തി കോലുകൊണ്ട് ചപ്പാത്തി വരുത്താൻ മാത്രമല്ല, ഇങ്ങനെ വെളുത്തുള്ളി ഇടിച്ച് പൊടിക്കാനും നമ്മളെക്കൊണ്ട് പറ്റും. അപ്പം നമ്മളിതെല്ലാം കൂടി ഇടിച്ച് ഒരു പാകമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ കിഴങ്ങൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ചിക്കൻ കറി വെക്കാറുള്ളത്. വറുത്തരച്ച ചിക്കൻ കറി അല്ല. ചതക്കിലോ അരിയിലോ മുറിക്കലോ ഒക്കെ കഴിയുമ്പോഴേക്കും കൈക്കാരന്മാരെ ഞാൻ ഒടിച്ചിട്ടുണ്ട്. അവരോട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ കറിയിലിടാനുള്ള പകുതി സാധനങ്ങളും ഇവിടെ കാണില്ല. പ്രത്യേകിച്ച് കുഞ്ഞാറ്റ, സവോള, തക്കാളി എന്നീ സാധനങ്ങൾ കുഞ്ഞാറ്റയുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ കറിയിലിടാനായി കിട്ടില്ല. അതുകൊണ്ട് രണ്ടിനെ ഞാൻ ഓടിച്ച് പോകുമ്പോൾ എടുത്തിട്ടുണ്ട്. പിന്നെ വേഗം ഞാൻ എൻ്റെ പണികളിലേക്ക് കടന്നു. ചിക്കൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്നൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. പിന്നെ ഞാനത്ര വലിയ കുക്കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരാനും അറിയാൻ പാടില്ല. അപ്പോൾ എന്തൊക്കെയോ തട്ടിക്കൂട്ടി ഞാൻ ചിക്കൻ കറി അങ്ങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കറി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഇവിടെ നിന്ന് നല്ല ലാവിഷായിട്ട് എന്തോ ഒരു സിനിമയോ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം അലക്കിയിട്ട കുറച്ച് തുണികൾ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു. കുറച്ച് ദിവസത്തെ പനികളുടെ ഒരു അതിപ്രസരം കൊണ്ട് വീട്ടിലെ പണികളും അടുക്കും പെറുക്കുമൊക്കെ ഒരു വിധത്തിലങ്ങ് കിടക്കുകയാണ്. ഒന്നും തുടങ്ങിയിട്ടില്ല. ഒക്കെ ഒന്ന് ശരിയായിട്ട് വേണം ഒന്നേനെല്ലാം തുടങ്ങാനായിട്ട്. ഇപ്പോൾ തൽക്കാലം ഇതെല്ലാം കൂടെ മടക്കി പെറുക്കി വിടങ്ങാനും വയ്ക്കാം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വയ്ക്കാം. തുണിയൊക്കെ മടക്കി പെറുക്കി വന്നപ്പോഴേക്കും ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ആദ്യം ചിക്കൻ ഒന്ന് വറുത്തതിന് ശേഷമാണ് ഞാൻ ചിക്കൻ കറി വെക്കാറുള്ളത്. അപ്പോൾ അത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ കടുക് പൊട്ടിച്ച് സവോളയൊക്കെ വഴറ്റി സവോള പാകത്തിന് വരുന്ന കഴിയുമ്പോഴത്തേക്കും പൊടികളെല്ലാം ചേർക്കും. പൊടികളുടെ പച്ചമണം മാറി കഴിയുമ്പോഴേക്കും തക്കാളിക്ക ചേർക്കും. അതൊന്ന് വെന്തുടഞ്ഞ് വരുമ്പോഴേക്കും കിഴങ്ങും കൂടെ ചേർത്തിട്ട് ആ ആവിയിൽ തന്നെ കിഴങ്ങൊന്ന് വേഗം വെക്കും. കിഴങ്ങ് വെന്ത് കഴിയുമ്പോൾ ചിക്കനും ഇട്ട് ആവശ്യത്തിന് എത്ര വേവ് വേണോ അത്രയും വെള്ളവും ഒഴിച്ചിട്ട് തിളപ്പിച്ച് ചിക്കൻ വേവിച്ചിങ്ങെടുക്കും. ഇതാണ് എൻ്റെ ചിക്കൻ കറിയുടെ റെസിപ്പി. ഇതിനൊക്കെ ഒരു റെസിപ്പി എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാനിങ്ങനെയാണ് തൽക്കാലം ഇപ്പം ഇന്ന് വെച്ചത്. പിന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാവിലെ ടേസ്റ്റ് മുകളങ്ങളൊക്കെ സമരത്തിലായതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടോ ഇല്ലോ എന്നൊന്നും അറിയില്ല. എന്തായാലും ചിക്കൻ ആണല്ലോ, അപ്പോൾ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, നമ്മൾ കഴിച്ചിട്ടുണ്ട്. പണി എന്തൊക്കെയായെന്ന് അറിയാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു വിസിറ്റ് നടത്തുന്നത് രണ്ടുപേരും കൂടി അവിടെ എവിടെയും വന്ന് നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് എനിക്ക് കുറച്ച് ബൂസ്റ്റൊക്കെ തന്നിട്ടാണ് പോകുന്നത്. ആഹാരത്തിന് മുമ്പുള്ള ഗുളിക കഴിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് കിവി ഇരുന്നത് കട്ട് ചെയ്ത് അതിൻ്റെ ഒരു ചെറിയ പീസായിട്ട് വന്നത്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. എന്നാൽ പകുതി തരാൻ പറഞ്ഞപ്പോഴേക്കും പകുതി ആക്കും കൊടുത്തു, പകുതി അമ്പാടി തിന്നു. അപ്പോൾ പിന്നെ ഞാനാരായി? ആദ്യം നീ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് തിന്നതെന്ന് പറഞ്ഞു. പിന്നെ എന്തെങ്കിലും ആട്ടെന്ന് വിചാരിച്ച് ഞാൻ വേഗം ഗുളിക എടുത്ത് കഴിച്ചിട്ട് എൻ്റെ ബാക്കി പണികൾ നോക്കി. സവോളയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം. അതിനിടയ്ക്ക് 2-3 പപ്പടം കൂടെ കാച്ചെടുക്കാം നമുക്ക്. ചിക്കനും പപ്പടവും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ 5-6 പപ്പടം കൂടെ കാച്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈയും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിനും. ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയോളം ആയിട്ടുണ്ട് സമയം. വലിയ വിശപ്പൊന്നും തോന്നുന്നില്ല, കാരണം 6 മണിക്ക് 7 മണിക്കെങ്ങാണ്ടാണ് ഞാൻ എന്തൊക്കെയോ കഴിച്ചത്. അതുകൊണ്ട് വലിയ വിശപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് സാവകാശം ചെയ്താൽ മതി. എത്ര അടുക്കള കയറുന്നെന്ന് പറഞ്ഞാലും ഈ എണ്ണയിലേക്ക് ചിക്കൻ എടുത്തിടുന്നത് ഒരു വലിയ ടാസ്ക് തന്നെയാണ്. ചിക്കനകത്ത് അരപ്പെല്ലാം ചേർത്തിട്ട് വേകാനായിട്ട് ഒരടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ ഫ്രൈ ആണ് വെന്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇനി അത് വേകാനായിട്ട് ഒരു 10-20 മിനിറ്റ് എടുക്കും. ഞാൻ വന്ന് നോക്കുമ്പോഴേക്കും ഇവിടെ 2 പേര് പാട്ട് കച്ചേരിയാണ്.
പാട്ടുപാടി മഴ വേവിക്കാന്ന് കേട്ടുണ്ട്. ഇത് പാട്ടുപാടി ചിക്കൻ വേവിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും പപ്പടവും പിന്നെ പാവയ്ക്കത്തോരനൊക്കെ കൂട്ടിയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഊണൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പനിയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ കഞ്ഞി കുടിക്കാതെ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങളെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.